ദക്ഷിണ കൊടുത്തയച്ച പാൽ ഗ്ലാസും കയ്യിലെടുത്ത് ദേവു കുണുങ്ങി ദക്ഷയ്ക്കും അനുവിനുമൊപ്പം അപ്പുവിൻ്റെ മുറിയിലേക്ക് നടന്നു. പേടിയാണോ, ആകാംക്ഷയാണോ, ആകുലതയാണോ എന്നൊന്നും അറിയാതെ ദേവു കുഴങ്ങി. ദക്ഷയും അനുവും കണക്കിന് കളിയാക്കുന്നുണ്ട്. ഏതൊരു പട്ടിക്കും ഒരു ദിനമുണ്ടെന്നാണല്ലോ. ആ ദിനം ദൂരെയല്ല എന്ന് ഇടയ്ക്ക് ദക്ഷയെ ഓർമ്മിപ്പിക്കും. അപ്പോൾ അവളൊന്ന് ഒതുങ്ങും. ദേവുവിനെ അപ്പുവിൻ്റെ മുറിയിലേക്ക് കടത്തിവിട്ട് ആ ദക്ഷയും അനുവും വാതിലടച്ചുപോയി. ദേവുവിൻ്റെ കാൽ കിടുകിടാന്ന് വിറയ്ക്കുന്നുമുണ്ട്. AC-യുടെ തണുപ്പ് അതങ്ങനെ. അതിൻ്റെ തണുപ്പിന് കൂട്ടായി പല്ലുകളും കൂട്ടിയിടിച്ച് മണിമുഴക്കം. അപ്പു കട്ടിലിരുന്ന് മൊബൈൽ നോക്കുന്നുണ്ട്. ഇനി അവൾ വന്നത് ഭവാൻ അറിഞ്ഞില്ലേ ആവോ. ഗോൾഡൻ കരസെറ്റ് മുണ്ടും ഓറഞ്ച് ബ്ലൗസുമാണ് അവളുടെ വേഷം. വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ട്രാക്ക് സ്യൂട്ടും അപ്പുവേട്ടൻ്റേത്. ഇവനിതെന്താ മരിച്ചടക്കിന് പോകാനോ ബ്ലാക്കും വൈറ്റും ഇട്ടുകൊണ്ട്? പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ ഒരുങ്ങി വന്നത്? അല്ല, പാവാടയും ടീഷർട്ടും ഇട്ടാൽ മതിയായിരുന്നു പുല്ല്, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ പതിയെ അവളുടെ അപ്പുവേട്ടൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ ഇന്നലെ തൊട്ട് നാണം പ്രാക്ടീസ് ചെയ്തത് വെറുതെയായി. ഇതിപ്പോൾ ഒറിജിനൽ നാണത്തിൻ്റെ പാരമ്യത്തിലായി നിൽക്കുകയാണ് കുട്ടി. ഇതിനു മുൻപ് അപ്പുവുമായി അടുത്ത് ഇടപഴകിയിട്ടൊക്കെയുണ്ട്. കിസ്സും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മഹിയുടെ വീട്ടിൽ വെച്ച് മാറിൻ്റെ പകുതി വരെ കണ്ടതാണ്. എങ്കിലും അന്നൊന്നുമില്ലാത്ത ഒരുതരം നാണവും വെപ്രാളവും തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. ആ ദേവു, വാ, നീ എന്താ അവിടെ നിന്ന് കളഞ്ഞേ? നല്ലൊരു പുഞ്ചിരി കൊടുത്ത് അവൾ അവൻ്റെ അരികിൽ പോയിരുന്നു. അവന് നേരെ പാൽ ഗ്ലാസ് നീട്ടി. എടി പൊട്ടി, ഞാൻ രാത്രി പാല് കുടിക്കാറില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അത് കേട്ടപ്പോൾ ഇച്ചിരി സങ്കടം തോന്നി അവൾക്ക്. എത്ര സ്നേഹത്തോടെ കൊണ്ടുവന്നതാ. എൻ്റെ പെണ്ണെന്തായാലും അണിഞ്ഞൊരുങ്ങി കൊണ്ടുവന്നതല്ലേ, ഇങ്ങത്താ. ചടങ്ങെല്ലാം അതുപോലെ നടക്കട്ടെ. അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി പകുതി കുടിച്ച് ബാക്കി അവൾക്ക് കൊടുത്തു. കുറച്ചു കുടിച്ച് അവൾ ഗ്ലാസ് ടേബിളിൽ വെച്ചു. അപ്പോഴാണ് സത്യത്തിൽ മണിയറെ അവൾ ശ്രദ്ധിക്കുന്നത് തന്നെ. റോസ് പെറ്റൽസ് കൊണ്ട് ബെഡ് മനോഹരമാക്കിയിട്ടുണ്ട്. മുല്ലപ്പൂ അത്ര ഇഷ്ടമുള്ളയാളല്ല അപ്പു. അതുകൊണ്ട് ആ അലങ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്. ടേബിളിനും മറ്റും അവിടെ എവിടെയായി മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ കിട്ടിയ ഗന്ധം അവയുടേതായിരുന്നു എന്ന് അവൾ ഓർത്തു. ശരീരം AC-യുടെ തണുപ്പിൽ വിറകൊണ്ടു. അതു മനസ്സിലാക്കിയെന്നോണം അപ്പുവിൻ്റെ കരങ്ങൾ അവളെ അവനിലേക്ക് അടുപ്പിച്ചിരുത്തി. ആ നെഞ്ചിലെ ചൂടിൽ അല്പസമയം അവൾ കിടന്നു. ലോകം കീഴ്പ്പെടുത്തിയ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. എത്ര നാളായി ആഗ്രഹിച്ച ദിവസമാണിത്. ബോൾഡെന്ന് എല്ലാവരും പറയാറുള്ള ദേവു തികച്ചും ഒരു നാടൻ പെണ്ണായി മാറിയിരിക്കുന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പോഴാണ് ഈ മുറി തികച്ചും റൊമാൻറ്റിക് ആയതെന്ന് തോന്നി. വാം കളർ ഡിം ലൈറ്റിനൊപ്പം മെഴുകുതിരി വെട്ടം. ഇതെൻ്റെ ദേവു അല്ലല്ലോ. പഴയ കുറുമ്പും കുസൃതിയും ഒന്നും ഇല്ലാത്ത പുതിയ ദേവു അവനോട് ശ്രമങ്ങളാണെങ്കിൽ വേണ്ട കേട്ടോ, എനിക്ക് ആ പഴയ കുറുമ്പിയെ മതി. ആ വാക്കുകൾ അവൾക്ക് സന്തോഷം പകർന്നത് കുറച്ചൊന്നുമല്ല. അവൾ ഒന്നുകൂടി കുറുങ്ങി അവനിൽ ചേർന്നിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ മുഖമുയർത്തി. ആ നോട്ടം നേരിടാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി. അവളുടെ മുഖം കൈകളിലെടുത്ത് ആ ചുണ്ടുകളെ ആർദ്രമായി ചുംബിച്ചു. ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നു പോയ പോലെ തോന്നി അവൾക്ക്. ആർദ്രത പിന്നീട് ഗാഢമായി മാറിയിരുന്നു. ദീർഘനേരം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു. നാവുകൾ കൊണ്ടുപോലും അപ്പു അവളെ ചുംബിച്ചു. അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. അവൻ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവളെ ബെഡിൽ കിടത്തി. അവളോട് അഭിമുഖം ചേർന്ന് കിടന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകളിലും കവിളുകളിലും മൂക്കിനും തുമ്പിലും ചുണ്ടിന്മേലും ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലേക്കിഴഞ്ഞു നീങ്ങിയപ്പോൾ ആ കുളിരിൽ അവൻ്റെ പിൻകഴുത്തിലേക്ക് വലത് കൈ കൊണ്ട് താങ്ങി ഇടത് കൈയിൽ മുടിയിൽ കൊരുത്തു വലിച്ച് ദേവു അവ ആസ്വദിച്ചു. അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവനു തടസ്സമായ ആഭരണങ്ങൾ ഭദ്രമായി അഴിച്ചുമാറ്റി. അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. സാരിത്തലപ്പിൽ പിടുത്തമിട്ട് അവൻ അവളെ നോക്കി. അവളുടെ നാണം അതിനുള്ള സമ്മതമായി അറിയിച്ചു. അവൻ മാറിൽ നിന്നും സാരിത്തലപ്പ് മാറ്റി ദൃശ്യമായ മാറിടത്തിൻ്റെ വിടവിൽ ചുംബിച്ചു. ആവോളം അവളുടെ നെഞ്ചിലെ മൃദുലത ആസ്വദിച്ചു. അവളുടെ അണിവയർ ലക്ഷ്യമാക്കി അവൻ്റെ ചുണ്ടുകൾ നീങ്ങി. അവളുടെ നാഭിച്ചുടിയിൽ ചുംബിക്കുമ്പോൾ അവളിൽ നിന്നും ഉയർന്ന സീൽക്കാരം അവനെ കൂടുതൽ ഉന്മത്തനാക്കി.
ശരീരത്തിൽ നിന്നും ഓരോ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവളെ അവൻ വിവസ്ത്രയാക്കി. അവളുടെ നഗ്നത ആസ്വദിച്ചു. രാത്രിയിലെ ഏതോ യാമത്തിൽ വളരെ വേദനയോടെ അവളുടെ ചാരിത്രം കവർന്ന് അവൻ കിതപ്പോടെ വിയർപ്പ് ശരീരത്തോടെ അവളിൽ നിന്ന് പിൻവാങ്ങി. അവളെ നെഞ്ചിൽ കിടത്തി മുടിയിഴകളെ തലോടി. പൂർണ്ണമായി അവനിൽ വിധേയയായ സന്തോഷം അവളുടെ കണ്ണുകളിൽ കണ്ണുനീറായി ഉരുണ്ടുകൂടി. എപ്പോഴോ അവൻ്റെ വിയർപ്പ് ഗന്ധം ആസ്വദിച്ച് അവൾ മയങ്ങി, ഒപ്പം അവനും. രാവിലെ ദേവു കണ്ണു തുറക്കുമ്പോൾ തന്നെ തന്നെ നോക്കി ചേർന്ന് കിടക്കുന്ന അപ്പുവിനെ അവൾ കണ്ടു. ഇന്നലത്തെ രാത്രി മറന്നതുപോലെ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ എഴുന്നേറ്റിരുന്ന് മൂരി നിവർന്നു. മാറുമറച്ചു കിടന്നിരുന്ന ബ്ലാങ്കറ്റ് താഴെ കുതിർന്നു വീണു. താൻ നഗ്നയാണെന്നവൾ മനസ്സിലാക്കിയതും ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ അവൾ അവനെ നോക്കി. അവൻ്റെ ചുണ്ടിലെ കുസൃതിച്ചിരി അവളെ പരവേശയാക്കി. ബ്ലാങ്കറ്റ് നിലത്തേക്കിട്ട് നഗ്നയായി ബാത്റൂമിലേക്ക് ഓടിക്കയറുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. അവളുടെ ഓട്ടം കണ്ട് അവനിലും അത് പടർന്നു. നഗ്ന ശരീരത്തിൽ വെള്ളത്തുള്ളികൾ വീണതും ശരീരത്തിൽ പലയിടത്തും അനുഭവപ്പെട്ട നീറ്റിലിൽ അവളൊന്ന് എരിവ് വലിച്ചു. ഇന്നലെ രാത്രി നടന്നതെല്ലാം ഓർത്തപ്പോൾ നാണത്തിൽ അവൾ ആ വേദന ഏറ്റുവാങ്ങി. കുളി കഴിഞ്ഞതും അവൾ ആ സത്യം മനസ്സിലാക്കി. ടവലും തുണിയുമില്ലാതെ കുളിക്കാൻ കയറിയതിൽ അവൾ സ്വയം തലക്കിട്ട് കിഴുകി. ഡോർ തുറന്ന് ആമ തല പുറത്തേക്കിടുന്ന പോലെ അവളുടെ തല പുറത്തേക്ക് വന്നതും മുൻപിലേക്ക് നീണ്ട ടവൽ അവൾ കണ്ടു. അപ്പുവാണ്. ചമ്മിയ ചിരി പാസാക്കി അത് വാങ്ങി തുവർത്തി മാറിനു മുകളിലായി ചുറ്റി. തുടവരെ മാത്രം നീളമുള്ള കച്ചയായി ഈറൻ മുടിയോടെ അവൾ പുറത്തേക്ക് വരുന്നതും നോക്കി അവൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. എന്താ ദേവു ഇത്? എന്തിനാ ഇങ്ങനെ വെപ്രാളം? ഇങ്ങ് വാ. തല മര്യാദയ്ക്ക് തുടച്ചിട്ട് പോലും ഇല്ലല്ലോ. അപ്പു അവളെ ശകാരിച്ചു. മറ്റൊരു ടവലെടുത്ത് തല തുവർത്തി കൊടുത്തു. ഞാൻ കുളിച്ചു വരാം, കീഴ്പാട്ടേക്ക് പോണ്ടതല്ലേ? അവളുടെ ചുണ്ടിൽ ആർദ്രമായി ചുംബനം നൽകിയ ശേഷം അവൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ തലയാട്ടി. അപ്പു കുളി കഴിഞ്ഞു വരുമ്പോൾ അവൾ ഡാർക്ക് ബ്ലൂ ചുരിദാർ ഇട്ട് നിൽക്കുന്നു. ആ കളർ അവൾക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട്. ശരീര ആകൃതി വൃത്തിയായി എടുത്തു കാണിക്കുന്ന പ്ലെയിൻ ചുരിദാറായിരുന്നു അത്. കഴുത്തിൽ അപ്പുവിൻ്റെ താലി മാറിന് മുകളിലായി വന്ന് കിടക്കുന്നുണ്ട്. കാതിൽ ഒരു ചെറിയ ഡയമണ്ട് സ്റ്റഡ്. കണ്ണുകൾ കറുപ്പിച്ച് പുരികങ്ങൾക്കിടയിൽ കറുത്ത പൊട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൾ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്താൻ പോയപ്പോൾ അവനത് തടഞ്ഞു. അവനത് ഒരിക്കൽ കൂടി അണിയിച്ചപ്പോൾ കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ അവൾ അത് ഏറ്റുവാങ്ങി. അടുത്തുള്ള ബന്ധുക്കൾക്കരികിലേക്ക് പോയി തിരിച്ചു വന്ന് 3 മണിയോടെ അവളെ കൊണ്ടുപോകാൻ കീഴ്പാട്ട് തറവാട്ടിൽ നിന്നും എല്ലാവരും എത്തി. ദേവനെ കൊണ്ടുവരാത്തതിൽ ദക്ഷയ്ക്ക് ചെറിയ സങ്കടം തോന്നിയെങ്കിലും അവൻ്റെ ക്ഷീണം അവൾക്ക് മനസ്സിലാകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷത്തോടെ ദേവുവും അപ്പുവും വിരുന്നനായി അവരുടെ വീട്ടിലേക്ക് യാത്രയായി. ദേവനെ കൊണ്ടുവരാത്തതിൽ ദക്ഷയ്ക്ക് ചെറിയ സങ്കടം തോന്നിയെങ്കിലും അവൻ്റെ ക്ഷീണം അവൾക്ക് മനസ്സിലാകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.